എൻ്റെ ഫേവറേറ്റ് പുഡിങ്ങും വീട്ടിലെപ്പോഴുള്ള 2-3 ചേരുവ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ എന്നാൽ കിടിലൻ ടേസ്റ്റിൽ ഈദിനും നോമ്പിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് പാലിൽ കലക്കിയിട്ട് കട്ടൊന്നുമില്ലാതെ കലക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് ഏകദേശം ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കുറുക്കി വേവിച്ചെടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്താൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. വനില എസൻസ് കയ്യിലില്ലെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും കുഴപ്പമില്ല. രണ്ടിലും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഏതാ കയ്യിലില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറൊക്കെ ചേർത്ത് കാരണം പെട്ടെന്ന് കുറുകിയിട്ട് കിട്ടും. അപ്പോൾ കൈയെടുക്കാതെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. മിൽക്ക് മെയ്ഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ പഞ്ചസാര ചേർത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കുറച്ച് പാലിൽ കലക്കിയിട്ട് അത് ചേർത്താലും ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കുറുകി വന്നാൽ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഈ ഒരു ചൂടോട് കൂടി തന്നെ സെറ്റാവുന്നതിന് മുന്നേ തന്നെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ബൂസ്റ്റ് പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. മുകളിൽ കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ബൂസ്റ്റ് പൊടിയൊന്നും നിർബന്ധമില്ല കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് മാത്രം. അതുപോലെ തന്നെ കാണാനൊക്കെ ഭംഗിയും അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ കൂടെ കഴിക്കുമ്പം ടേസ്റ്റും കൂടെ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. തേങ്ങ വറുത്തിട്ടുള്ളത് കുറച്ച് നെയ്യിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മുകളിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ അത് പുഡിങ്ങിൻ്റെ കൂടെ ഇടയ്ക്ക് കഴിക്കുമ്പോഴും ടേസ്റ്റാണ്. അതുപോലെ ചെയ്തെടുത്താലും മതി. സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ബൂസ്റ്റ് പൊടി വിതറിയിട്ട് മുകളിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വീട്ടിലെപ്പോഴുള്ള കുറഞ്ഞ ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലനായിട്ടാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. തണുത്തിട്ട് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.